നമസ്കാരം. മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പ്രധാനമന്ത്രിയെ അവഹേളിച്ചുവെന്ന കേസിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണി അറസ്റ്റിൽ. മഹിളാ മോർച്ച നൽകിയ പരാതിയിലാണ് കോഴിക്കോട് സിറ്റി സൈബർ പോലീസ് ജാൻമണിയെ അറസ്റ്റ് ചെയ്തത്. ജാമ്യം കിട്ടുന്ന വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ്. അതുകൊണ്ട് തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജന്തർ മന്ത്ര സമരത്തിന്റെ സാഹചര്യം ആ സമയം നമുക്കറിയാവുന്നതുപോലെ ഒരുപാട് പ്രതികരണങ്ങൾ ഒരുപാട് പേരുടെ ഭാഗത്തു നിന്നുണ്ടായി. അത്തരത്തിലൊരു പ്രതികരണം നടത്തിയതാണ് ജാൻമണിയെ വെട്ടിലാക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രിക്കെതിരെ ജാൻമണി നടത്തിയ പരാമർശം വലിയ വിവാദമായതാണ്. പ്രധാനമന്ത്രിയെയും അദ്ദേഹത്തിന്റെ മാതാവിനെയും അധിക്ഷേപിക്കുന്ന തരത്തിലായിരുന്നു ജാൻമണിയുടെ ചില പരാമർശങ്ങൾ. സംഭവം വിവാദമായി. അപ്പോൾ തന്നെ ആ സമയം തന്നെ ജാൻമണി മാപ്പ് പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു. ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയല്ല പറഞ്ഞതെന്നും പരസ്യമായി ക്ഷമ ചോദിക്കണമെന്ന ആഗ്രഹമുണ്ടെന്നുമായിരുന്നു ജാൻമണി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിലൂടെ ക്ഷമാപണം നടത്തിയത്. പ്രധാനമന്ത്രിയുടെ അമ്മയെക്കുറിച്ചല്ല പറഞ്ഞത്. കണ്ടന്റുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുക മാത്രമാണ് ചെയ്തത്, അല്ലാതെ മോദിജിയെക്കുറിച്ചല്ല. ചിലപ്പോൾ ഞാൻ മലയാളം പറയുന്നത് ശരിയാകാത്തത് കാരണമാകാം അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടത്. ആരെയും വേദനിപ്പിക്കണമെന്ന് ഒരിക്കലും താൻ ചിന്തിച്ചിട്ടില്ല എന്നും ജാൻമണി പറഞ്ഞു. തൻ്റെ ഭാഗത്തു നിന്നും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ വളരെയധികം ക്ഷമ ചോദിക്കുന്നുവെന്നും ജാൻമണി വ്യക്തമാക്കി. CJP പ്രക്ഷോഭം നടക്കുന്നതിനിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സമൂഹ മാധ്യമത്തിലൂടെ അവഹേളിക്കുന്ന തരത്തിൽ ജാൻമണി വലിയൊരു വിവാദ പരാമർശം നടത്തിയത്. സൈബർ ക്രൈം പോലീസാണ് കേസെടുത്തത്. BNS 192, 356(2) കേരള പോലീസ് ആക്ട് 120 വകുപ്പാണ് ചുമത്തിയത്. BJP നേതാവ് നവ്യ ഹരിദാസൻ നൽകിയ പരാതിയിലായിരുന്നു കേസ്. സമൂഹത്തിൽ ലഹള ഉണ്ടാക്കണമെന്നും സമാധാനം തകർക്കണമെന്നുമുള്ള ഉദ്ദേശത്തോടെ പ്രധാനമന്ത്രിയെ അപകീർത്തിപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്തതായി FIR വ്യക്തമാക്കിയിരുന്നു. എന്താണ് അന്ന് താരം നൽകിയ വിശദീകരണം എന്ന് നോക്കാം. അതായത് ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയല്ല പറഞ്ഞത്, പരസ്യമായി ക്ഷമ ചോദിക്കുന്നു. തൻ്റെ പരാമർശത്തിന് പിന്നാലെ കേരളത്തിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഭീഷണി കോളുകൾ കിട്ടിയെന്നായിരുന്നു ജാൻമണി പ്രതികരിച്ചത്. എൻ്റെ ഒരു വീഡിയോ ഭയങ്കര പ്രശ്നമായി പോയി. സത്യം പറഞ്ഞാൽ അതെനിക്ക് അറിയില്ല. ദില്ലിയിലെ ഒരു കണ്ടന്റ് കണ്ട് മീഡിയ ചോദിച്ചപ്പോൾ കാര്യം പറഞ്ഞു. ചിലപ്പോൾ ഞാൻ മലയാളം പറയുന്നത് ശരിയാകാത്തത് കാരണമാകാം. രാവിലെ മുതൽ തനിക്ക് കുറേ ഭീഷണി കോളുകളും മെസ്സേജുകളും വന്നപ്പോൾ കാര്യം മനസ്സിലായില്ല. തൻ്റെ കുറേ സുഹൃത്തുക്കൾ വിളിച്ച് അത് വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ തൻ്റെ വീഡിയോ നൽകിയവരോടെല്ലാം ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയുണ്ടായി. എന്താണ് ചെയ്യേണ്ടത് എന്നറിയില്ല. കുറേ ഭീഷണി കോളുകൾ കിട്ടി. സൗദി അറേബ്യ, അബുദാബി, ഇന്ത്യ, കേരളം തുടങ്ങിയ എല്ലായിടത്തു നിന്നും കോളുകൾ വന്നു. സത്യം പറഞ്ഞാൽ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയല്ല പറഞ്ഞത്, പ്രധാനമന്ത്രിയുടെ അമ്മയെക്കുറിച്ചല്ല പറഞ്ഞത് എന്നതടക്കമുള്ള വിശദീകരണമാണ് ജാൻമണി നൽകിയത്. വീഡിയോ വൈറലായതിനെ തുടർന്ന് ആളുകൾ തന്നോട് വളരെ വലിയ ദേഷ്യത്തിലായി. ആരെയും വേദനിപ്പിക്കണമെന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. തൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ പരസ്യമായി ക്ഷമ ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു ചെറിയ കുട്ടിയാണെന്ന് വിചാരിച്ച് ക്ഷമിക്കണം, അതിൽ കൂടുതൽ പറയാൻ ഒന്നുമില്ല എന്നായിരുന്നു ജാൻമണി വിശദീകരണം നൽകിയത്. ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തപ്പോൾ താൻ പറഞ്ഞ കാര്യം തെറ്റാണെന്നും മനസ്സിലായി. ഒരു പ്രസ്താവന നടത്തുന്നതിന് മുൻപ് താൻ ചെക്ക് ചെയ്യണമായിരുന്നു. വളരെ വിഷമമുള്ളതിനാലാണ് വൈകിയാണെങ്കിൽ വീഡിയോ ഇടാൻ തീരുമാനിച്ചത്. എല്ലാവരെയും ഞാൻ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം ക്ഷമ ചോദിക്കുന്നു. ആരും ഇത് സീരിയസ് ആയി എടുക്കരുത്, തമാശയായി വിടണമെന്നുമായിരുന്നു ജാൻമണി ക്ഷമാപണം നടത്തിയത്. എന്താണ് ജാൻമണി പറഞ്ഞത് എന്ന് നോക്കാം. പ്രധാനമന്ത്രിയുടെ പിതാവായ ദാമോദർദാസ് മുൽചന്ദ് മോദിയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളാണ് ജാൻമണി പറഞ്ഞത്. 1947 മോദിയുടെ അച്ഛൻ മരിച്ചത്. നരേന്ദ്രമോദി ജനിച്ചത് 1950. ഫസ്റ്റ് അവൻ്റെ അച്ഛനെ കണ്ടുപിടിക്കട്ടെ, 3 വർഷം അമ്മയ്ക്ക് പ്രഗ്നൻസി ഉണ്ടാകില്ലല്ലോ എന്നിങ്ങനെയായിരുന്നു ജാൻമണിയുടെ വിവാദമായ വാക്കുകൾ. 1989 തൻ്റെ 74-ാം വയസ്സിലാണ് ദാമോദർദാസ് മുൽചന്ദ് മോദി എന്ന നരേന്ദ്രമോദിയുടെ പിതാവ് അന്തരിച്ചത്. ക്യാൻസർ ബാധയെ തുടർന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗം. 2022 പ്രധാനമന്ത്രിയുടെ മാതാവ് അന്തരിച്ചത്. മാതാപിതാക്കളെ അധിക്ഷേപിച്ചതിന് പുറമെ പ്രധാനമന്ത്രി ഇവർ വീഡിയോയിൽ വ്യക്തിപരമായി അവഹേളിക്കുകയുണ്ടായി. ഇതാണ് വലിയ വിവാദമായത്. ഭീഷണി എന്ന തരത്തിലേക്ക് വരെ ആ കാര്യങ്ങൾ നീങ്ങുകയുണ്ടായി. എന്നാലും ക്ഷമ ചോദിച്ചിരുന്നു ജാൻമണി. പക്ഷേ ഇപ്പോൾ ഇതാ കേസെടുത്തിരിക്കുന്നു. അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ ജാമ്യം കിട്ടാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാനാണ് സാധ്യത. എന്തായാലും പ്രധാനമന്ത്രി അല്ലെങ്കിൽ വേണ്ട ആരെക്കുറിച്ചായാലും, പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ താഴെ ഒരു സാധാരണക്കാരനായ കൂലിക്കാരനായാലും ആരെക്കുറിച്ച് നമ്മളൊരു വാക്ക് പറയുമ്പോഴും എല്ലാവർക്കും വ്യക്തിത്വമുണ്ട്. അത് നമ്മുടെ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക, മോശം പറയാതിരിക്കുക. മോശം പറഞ്ഞാൽ ഇത്തരത്തിൽ പല കുരുക്കുകളിലും നമ്മൾ വീഴാൻ സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.